എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൊല്ലപ്പെട്ട ബവേർലിക്ക് ആദരം അറിയിച്ചുകൊണ്ട് ഒരു ഫ്ലവർ അവരുടെ ഡെഡ് ബോഡിക്ക് മുൻപിൽ കൊണ്ടുവയ്ക്കുകയാണ് ഒരു കൊച്ചു പെൺകുട്ടി. എന്നാൽ ആ ഫ്ലവർ പോലും ബവേർലി അർഹിക്കുന്നില്ല എന്ന് അതെടുക്കുന്ന ഷെരീഫ് പോപ്പ് വേവർഡ് പൈൻസിലെ പൗരന്മാരോട്, നമ്മളൊക്കെ ശരിക്കും എത്ര ഭാഗ്യം ചെയ്തവരാണ്, നമ്മൾ പരസ്പരം സംരക്ഷിക്കുന്നു, നമ്മുടെ ജീവിതത്തിന് അപകടകരമായ ഒന്നിനെയും ആരെയും നമ്മളിവിടെ അനുവദിക്കില്ല എന്ന് പ്രസംഗിക്കുമ്പോൾ, ഡോണ്ട് ട്രൈ ടു ലീവ്, don't discuss the past, don't discuss your life before, always answer the phone if it rings എന്ന് പ്രതിജ്ഞ ചൊല്ലുകയാണ് ആളുകൾ. മറ്റൊരു വശത്ത് ഈദന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. കാട്ടിലേക്ക് കയറി ഓടി ഒളിച്ചിരിക്കുകയാണ് ഈദൻ. ആ സീൻ അവിടെ കട്ടായിട്ട്. വീട്ടിൽ തിരികെ എത്തിയ കേറ്റ് കിച്ചണിലേക്ക് വരുന്നതും തനിക്ക് പുറകിൽ ഒരാളനക്കം കേൾക്കുകയാണ്. ഒട്ടും ഭയക്കാതെ നിൽക്കുകയാണ് കേറ്റ്. അത് ഈദനായിരുന്നു. കേറ്റിന്റെ ആ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്, നിന്റെ ഈ ഭയമില്ലാത്ത പ്രകൃതമാ എന്നെ നിന്നിലേക്ക് ആകർഷിച്ചത്, അത്ര സ്ട്രോങ് ആയിരുന്നു നീ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ കണ്ടതൊക്കെ എത്ര പൈശാചികമായ പ്രവൃത്തികളായിരുന്നു. നീ ആ കൂട്ടത്തിൽ പെടില്ലെന്ന് എനിക്കറിയാം. നീ എന്നോടൊപ്പം വാ, നിന്നെ അവർ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്ന് ഞാൻ പറയാം എന്ന് ഈദൻ നിൽക്കുമ്പോൾ, ബെവേർലി ബ്രൗൺ ഇവിടുത്തെ റൂൾസ് തെറ്റിച്ചു, മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന് കൂളായിട്ട് കേറ്റ് മറുപടി പറയുമ്പോൾ, എന്താണെങ്കിലും ഒരു മനുഷ്യനെ കഴുത്തറുത്ത് കൊന്നത് കൊലപാതകം തന്നെയാണെന്ന് പുച്ഛിക്കുകയാണ് ഈദൻ. താൻ ബവേർലിയെ ഒറ്റിയതല്ലെന്നും ഷെരീഫ് പോപ്പ് തങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് പാലിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും തങ്ങളുടെ അയൽക്കാർ പോലീസാണെന്നും ഇതല്ലാതെ തനിക്ക് മറ്റു മാർഗം അറിയില്ലെന്നും ഏതാണ്ട് ഒരുവിധം ഈദനോട് കാര്യങ്ങൾ അറിയിക്കുന്ന കേറ്റ് ഈദന്റെ മൈക്രോ ചിപ്പ് അയാളെ തിരികെ ഏൽപ്പിച്ച്, ഇത് കയ്യിൽ വെച്ചില്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്ത കാര്യം അവർ അറിയും എന്ന് രഹസ്യത്തിൽ പറഞ്ഞ്, ഇന്ന് മൊത്തം ഇവിടെ ആയിരുന്നില്ലേ, ഗസ്റ്റ് റൂം റെഡിയാക്കി തരാമേ എന്ന് ഈദൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന പോലെ ഉറക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത്. ആ കോള് നിനക്കുള്ളതാ ഈദൻ എന്ന് കേറ്റ് പറയുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യാത്ത ഈദൻ, ലാസ്റ്റ് ചാൻസ് കേറ്റ്, എൻ്റെ കൂടെ വാ എന്ന് നിൽക്കുകയാണ്. അതിന് നീ ഇവിടെ നിന്ന് ജീവനോടെ പുറത്ത് പോവില്ല ഈദൻ എന്ന കേറ്റിന്റെ മറുപടിക്ക് കാണാം എന്ന പുച്ഛഭാവത്തിൽ പുറത്തേക്ക് നടക്കുകയാണ് ഈദൻ. പിന്നീട് മുൻപ് ഈവൻസിന്റെ ഡെഡ് ബോഡി കണ്ട സ്ഥലത്ത് വരുന്ന ഈദൻ അവിടെ കൈകൾ ഉയർത്തി ലോക്കിട്ട നിലയിൽ തൂങ്ങി അനാഥശവമായി നിൽക്കുന്ന ബവേർലിയുടെ ഡെഡ് ബോഡി കണ്ട് അത് നിലത്തിറക്കി, ഞാൻ നിന്റെ മകളെ കണ്ടെത്തും, നീ അവളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നും അവൾക്കരികിൽ തിരികെ എത്താൻ എത്രത്തോളം പോരാടിയെന്നും ഞാൻ പറയും എന്ന് അവിടെയുള്ള കർട്ടൻ എടുത്ത് ബവേർലിയുടെ ഡെഡ് ബോഡി മൂടുകയാണ്. ആ സീൻ അവിടെ കട്ടായിട്ട്. ഇങ്ങ് നാട്ടിൽ ഈദിനെ തിരയാൻ ഇറങ്ങിയിരുന്നു അയാളുടെ ഭാര്യയും മകനും. തങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന അച്ഛനെ തിരഞ്ഞു വന്നതിൽ വല്ല കാര്യമുണ്ടോന്നിരിക്കുന്ന ബെന്നിനോട്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തനിക്കും അച്ഛനും ഇടയിൽ മാത്രമാണെന്ന് മകനെ ഓർമ്മിപ്പിക്കുകയാണ് തെരേസ. അത് കേട്ട് അവർക്കിടയിൽ കേറ്റ് കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ച് പുച്ഛിക്കുകയാണ് ബെൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ വേവർഡ് പൈൻസിൽ ബവേർലിയുടെ വീട്ടിലേക്ക് വന്ന് വെള്ളം കുടിക്കുകയാണ് ഈദൻ. പെട്ടെന്ന് അവിടേക്ക് ഇന്ന് ഒരു പുതിയ ഫാമിലി താമസത്തിന് വരുന്നുണ്ടെന്ന് ആരൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുന്ന ഈദൻ നോക്കുമ്പോഴുണ്ട് ആ വീടിനുള്ളിൽ ആരൊക്കെയോ നിൽക്കുന്നു. അവരിൽ കാലിന് അല്പം സ്വാധീനം കുറവുള്ള ആൾ ഈദനെ കണ്ട് ഒന്നും പറയണ്ട, ഇറങ്ങിപ്പോകാൻ ആക്ഷൻ കാണിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈദൻ ആ ടൗണിലേക്ക് മിൽക്ക് കൊണ്ടുവരുന്ന ട്രക്ക് കാണുകയാണ്. അത് കണ്ട് എന്തോ ഒരു പ്ലാൻ കത്തി നിൽക്കുകയാണ് ഈദൻ. ആ സീൻ അവിടെ കട്ടായിട്ട്. ഐഡഹോയിലുള്ള സീക്രട്ട് സർവീസ് ഫീൽഡ് ഓഫീസിൽ ഈദിനെ കുറിച്ച് തിരക്കാൻ വന്ന് നിൽക്കുന്ന തെരേസ, അതെ, എൻ്റെ ഭർത്താവ് സിയാറ്റിൽ ഓഫീസിലാണ്, പക്ഷെ ഇപ്പോൾ അങ്ങേര് ഈ ഓഫീസിലുള്ള കേറ്റ് ഹൂസണിന്റെ കൂടെയാണെന്ന് തോന്നുന്നു എന്ന് അവസ്ഥ പറയുമ്പോൾ, ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണിന്റെ ശത്രു എന്നാണ് പൊതുവെയുള്ള സത്യമെങ്കിലും ഇവിടെ ഇപ്പോൾ സത്യം അറിയാൻ തെരേസയെ ഹെൽപ്പ് ചെയ്യാമെന്ന് എഴുന്നേൽക്കുകയാണ് അവിടെ ഇരുന്ന ലേഡി. അവർ അവിടുന്ന് പോകുന്നതും അവരുടെ സീറ്റിൽ കയറിയിരുന്ന തെരേസ ബെന്നിനെ നോക്കാൻ നിർത്തി അവരുടെ സിസ്റ്റത്തിൽ ഈദന്റെ ഐഡിയും കറക്കി കുത്തി പാസ്വേഡും എൻ്റർ ചെയ്യുകയാണ്. അമ്മ ഇത് എന്തോന്ന് കാണിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ആ ലേഡി തിരികെ വരുന്നോ എന്നത് നോക്കി നിൽക്കുകയാണ് ബെൻ. അപ്പോഴേക്കും ഈദന്റെ ലാസ്റ്റ് റെസിപ്റ്റ് ഐഡഹോയിലെ തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷനിലാണെന്ന് മനസ്സിലാക്കി എഴുന്നേൽക്കുന്ന തെരേസ ബെന്നിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയം വാഷിംഗ്ടണിലെ സീക്രട്ട് സർവീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഡോക്ടർ പിൽച്ചറിനെ വിളിക്കുന്ന ആഡം, നമുക്കൊരു പ്രശ്നമുണ്ട്, ഈദന്റെ ഭാര്യ അയാൾ തിരഞ്ഞിറങ്ങിയിട്ടുണ്ട്, അവരുടെ സിസ്റ്റത്തിൽ ഈദന്റെ യൂസർ ഐ ഡി യൂസ് ചെയ്തു, എനിക്ക് തോന്നുന്നു അവർ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുമെന്ന് എന്ന ഇൻഫർമേഷൻ അറിയിക്കുകയാണ്. അല്ല, ആരായിരിക്കും ഈ ഡോക്ടർ പിൽച്ചർ, നമുക്ക് നോക്കാമേ. അതേസമയം ഈദൻ അവസാനം കയറിയ ഗ്യാസ് സ്റ്റേഷനിൽ വരുന്ന തെരേസ അവിടെയുള്ള സ്റ്റാഫിനോട്, താൻ ഇവിടെ എല്ലാ ദിവസവും കാണുമോ
എന്ന് ചോദിക്കുമ്പോൾ ശനിയാഴ്ച ആണല്ല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഇവിടെ കാണും എന്ന് പഞ്ചാരി അടിച്ച് വരുന്നതും എടോ ഇതെന്റെ അമ്മയാ, ഞങ്ങൾ അച്ഛനെ നോക്കി വന്നതാ, ഇവർ കല്യാണം കഴിച്ചതാ, മനസ്സിലായോ എന്ന് അതിന് ഇടയിൽ കയറുകയാണ് ബെൻ. അപ്പോഴേക്കും ഇതിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ലാസ്റ്റ് വീക്കിൽ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുണ്ടോ എന്ന് തിരക്കുകയാണ് തെരേസ. ആ ഫോട്ടോ നോക്കുന്ന അയാൾ ഇയാളും വേറെ ഒരാളും കൂടി ഏതോ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള പോലെ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുന്നതായി അയാൾ കേട്ടോ എന്ന് തിരക്കുകയാണ് തെരേസ. പെട്ടെന്ന് അവർക്ക് പിറകിൽ നിന്ന ഒരു കൊച്ചു പയ്യൻ അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് വേവഡ് പൈൻസിൽ എന്ന് പറയുന്നതും അത് കേട്ട് അത് എവിടെയാണെന്ന് തിരക്കുകയാണ് തെരേസ. അത് ഇവിടുന്ന് അടുത്തൊരു പാഴടഞ്ഞ ടൗണാണ് എന്ന് ആ സ്റ്റാഫ് പറയുന്നതും അവിടേക്ക് ലക്ഷ്യം വെച്ചിറങ്ങുകയാണ് തെരേസ. അങ്ങനെ പോകുന്ന വഴിയിൽ അവരുടെ കാറിനെ ഫോളോ ചെയ്ത് പോലീസ് വണ്ടി വരുന്നത് കണ്ട് വണ്ടി സൈഡ് ഒതുക്കി ഞാൻ ഓവർ സ്പീഡ് ആയോ എന്നിരിക്കുകയാണ് തെരേസ. ഈ സമയം ആ പോലീസ് വെഹിക്കിളിൽ നിന്ന് ഇറങ്ങിയ പോലീസുകാരൻ ഒരു വലിയ സിറിഞ്ചിൽ നിറച്ച ഓയിൽ നിലത്തോടിട്ടിച്ച് അത് തെരേസയുടെ കാറിന്റെ അടുക്കൽ വരെ കൊണ്ടുവന്നിരുന്നു. ഇത് മറ്റാരുമായിരുന്നില്ല, ഷെരീഫ് പോപ്പ് ആയിരുന്നു. ശേഷം പോലീസിനെ കണ്ട് കാര്യം തിരക്കുന്ന തെരേസയോട് അവരുടെ വണ്ടിയിൽ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ടെന്നും വേണമെങ്കിൽ ഇറങ്ങി നോക്കിക്കൊള്ളാനും പറയുകയാണ് പോപ്പ്. അത് കേട്ട് അമ്മയ്ക്കൊപ്പം കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് ബെൻ. പക്ഷെ ബെൻ ഇറങ്ങേണ്ട ആവശ്യമില്ലെന്ന് വിലക്കുന്ന പോപ്പ് വണ്ടിയുടെ ഹൂഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നാൽ താൻ പ്രോബ്ലം ഒന്ന് നോക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ തെരേസ ഹൂഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ വണ്ടിയുടെ ഓയിൽ ലൈൻ ശരിക്കും കട്ടാക്കി വിടുകയാണ് പുള്ളി. ഇതൊന്നും അറിയാതെ അയാൾക്ക് നന്ദിയും പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് തെരേസ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പിന്നീട് വേവഡ് പൈൻസിൽ ഫുഡ് സപ്ലൈ ട്രക്കിൽ കയറി അതുവഴി ഈ നശിച്ച സ്ഥലത്ത് നിന്ന് പുറത്ത് കടക്കാമെന്ന് കരുതിയ ഈതൻ ആ വണ്ടി ഏതോ ഗോഡൌണിൽ നിർത്തിയത് മനസ്സിലാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പലതരം ഫുഡ് ഐറ്റംസിന്റെ പേര് എഴുതിയതും ഒരുപാട് പൊടി പിടിച്ച കാറുകൾ പാർക്ക് ചെയ്തതുമായ ആ ഗോഡൌണിലേക്ക് പെട്ടെന്ന് ആരുടെയോ വണ്ടികൾ വരുന്ന ശബ്ദം കേൾക്കുന്ന ഈതൻ അവിടുന്ന് ഓടിമറിഞ്ഞു നിൽക്കുകയാണ്. ആരൊക്കെയോ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതും അവിടെ എവിടേക്കോ ഉള്ള ഡോർ അൺലോക്ക് ആയതും കാണുന്ന ഈതൻ അവിടേക്കും ഓടുകയാണ്. ആ ഓടുന്നതിനിടയിൽ ഒന്ന് മറഞ്ഞിരിക്കാമെന്ന് കാറുകൾക്കിടയിലേക്ക് ഒളിക്കുന്ന ഈതൻ അവിടെ അപ്രതീക്ഷിതമായി തന്റെ ഭാര്യയുടെ കാറ് കാണുകയാണ്. ഇപ്പോൾ തെരേസയുടെ ഈ കാറ് കണ്ടാൽ ശരിക്കും പൊടി പിടിച്ച് ഫ്രീസായി ഒരുപാട് കാലം പഴക്കമുള്ളതുപോലെ നമുക്ക് തോന്നും. ആ കാറിനുള്ളിൽ കയറി തെരേസയുടെ നെയിമുള്ള ഒരു കവർ കാണുന്ന ഈതൻ അതെടുത്തിരിക്കുന്നതും പുറത്ത് ലൈറ്റ്സ് ഓഫ് ആവുകയാണ്. ഒപ്പം ആരോ ടോർച്ച് അടിക്കുന്ന ഫ്ലാഷ് വരുന്നതും കണ്ട് കാറിൽ ഒളിച്ചിരുന്ന് ആ കവർ ഒട്ടിച്ചു നോക്കി. അതിൽ തന്റെയും ഭാര്യയുടെയും ഫോട്ടോസ് കണ്ട ഈതൻ തന്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ കാറിന്റെ വിൻഡോ തകർത്ത് ഈതന്റെ ശരീരത്തിലേക്ക് ആരോ സെഡേറ്റീവ് കുത്തിവെക്കുകയാണ്. അതും വേറെ ആരും ആയിരുന്നില്ല, ഷെരീഫ് പോപ്പ് ആയിരുന്നു. അയാളോട് ഫൈറ്റ് ചെയ്യുന്ന ഈതൻ എന്റെ ഫാമിലി എവിടെടാ എന്ന് കലിപ്പാവുമ്പോൾ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ കരുതി നിനക്ക് നിന്റെ ഫാമിലിയെ കൂടി ഇവിടെ വേണമെന്ന്. അപ്പോ അതല്ലേ നിന്റെ പ്രശ്നം എന്നൊക്കെ തിരിച്ചു ചോദിക്കുകയാണ് പോപ്പ്. പക്ഷെ അപ്പോഴേക്കും മയങ്ങിത്തുടങ്ങിയ ഈതൻ കാലുകൾ ഉറയ്ക്കാത്ത ലെവലിലായി തുടങ്ങിയിരുന്നു. അത് കണ്ട് എന്തേ മയക്കം വരുന്നോ? കമോൺ ബോയ്, ഇവിടുന്ന് എവിടെയും പോകാനില്ല. എന്നാലും നിന്നിൽ അവർക്ക് എന്തെത്ര പ്രതീക്ഷയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ വിളിച്ചു പറയുമ്പോഴേക്കും അവിടെ മയങ്ങി വീണ് പോവുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ബോധം വന്ന് കണ്ണു തുറക്കുകയാണ് ഈതൻ. ആ കോൾ എടുക്കുമ്പോൾ മറുവശത്ത് നിന്ന് ഈതന്റെ ഫാമിലി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി എന്ന വാർത്ത ആരോ അയാളെ അറിയിക്കുകയാണ്. അതോടെ പുറത്തേക്കിറങ്ങുന്ന ഈതൻ എന്റെ ഭാര്യയും മോനും എവിടെ എന്ന് അലറി വരുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തു പിടിച്ചു നിൽക്കുന്ന നഴ്സ് പാം കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ചെറിയ തൊണ്ടവേദന വന്നപ്പോൾ അയാളുടെ തൊണ്ട കീറി വിടേണ്ടി വന്നു എന്ന് അവർ ബെവേർലിയുടെ വീട്ടിലാണെന്ന ക്ലൂ കൊടുക്കുകയാണ്. നേരെ ബെവേർലിയുടെ വീട്ടിലേക്ക് ഈതൻ വരുമ്പോൾ അവിടെ നെയിം ബോർഡിൽ ബെവേർലിയുടെ നെയിം ഒക്കെ മായിച്ച് ആരോ പെയിന്റ് ഒക്കെ അടിച്ചിരുന്നു. ആ വീടിനുള്ളിൽ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കി ഈതൻ ഒരിക്കലും വീട്ടിലേക്ക് വേണ്ട ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ വഴിയില്ലെന്ന് അതിശയത്തിൽ സംസാരിച്ചു നിൽക്കുന്ന തന്റെ ഭാര്യയും മകനെയും കാണുകയാണ് ഈതൻ. ശേഷം വികാരനിർഭരമായ നിമിഷങ്ങൾ. തന്റെ ഭാര്യയും മകനെയും കെട്ടിപ്പിടിച്ച് ആശ്വസിക്കുന്ന ഈതൻ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചറിഞ്ഞ് ബെനിന്റെ കൈയും പിടിച്ച് നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയതും ഹോസ്പിറ്റലിലുള്ളവർ പറഞ്ഞതല്ലാതെ അതിനെപ്പറ്റി തങ്ങൾക്കൊന്നും ഓർമ്മയില്ലെന്നും അവർ ഈതനെ അറിയിക്കുന്നത്. തനിക്ക് ഇവിടെ സംഭവിച്ച അതേ കാര്യങ്ങൾ എന്ന് ഈതൻ ഓർത്ത് നിൽക്കുമ്പോൾ ആക്സിഡന്റിന് മുൻപ് ഓയിൽ ലീക്ക് ആയതും ഹോസ്പിറ്റലിൽ കണ്ട ഒരാൾ ഈതൻ ഇവിടെയാണ് താമസം എന്ന് അയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നെന്നും അറിയിക്കുകയാണ്
നിൽക്കുകയാണ് തെരേസ. അപ്പോഴേക്കും ഈതൻ രാവിലെ കണ്ട കാലിന് സ്വല്പം സ്വാധീനം കുറവുള്ള ആ മനുഷ്യൻ അവിടേക്ക് വരികയാണ്. അയാളായിരുന്നു തെരേസയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അയാളെ കൂട്ടി മാറി നിൽക്കുന്ന ഈതൻ, ഇത് ബവാളിയുടെ വീടല്ലേടോ എന്ന് തിരക്കുമ്പോൾ, ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെയാ? ഇവിടെ ഉള്ള മറ്റു വീടുകളെ പോലെ തന്നെ ഇവിടെയും എല്ലാ സെക്യൂരിറ്റി സിസ്റ്റംസും ഉണ്ട് എന്ന്, ഈ വീട്ടിലും ക്യാമറ മൈക്സ് ഒക്കെ ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോവുകയാണ് അയാൾ. അതോടെ തെരേസയോട് തനിച്ച് സംസാരിക്കാൻ മകനെ പുറത്തേക്ക് പറഞ്ഞു വിടുന്ന ഈതൻ, തെരേസ, ഈ സ്ഥലം സുരക്ഷിതമല്ല, നിനക്കെന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ഒന്ന് ഓർത്തു പറ എന്ന് നിൽക്കുമ്പോൾ, കാര്യം മനസ്സിലാവാത്ത തെരേസ, ഞങ്ങൾ ഗ്യാസ് സ്റ്റേഷനിൽ പോയി, പിന്നെ കാർ ഓയിൽ ലീക്കായി, ആ ഷെരീഫാണ് അത് കാണിച്ചു തന്നത് എന്ന് ഓർത്തു പറയുമ്പോൾ, ഏത് ഷെരീഫ് എന്ന് പോപ്പിനെ ഓർത്ത് ഞെട്ടുകയാണ് ഈതൻ. പെട്ടെന്ന് അവിടെ ഫോൺ റിംഗ് ആവുകയാണ്. ഒരു ഫോണും എടുക്കരുതെന്ന് വെപ്രാളപ്പെടുകയാണ് ഈതൻ. ഈ സമയം പുറത്തിരുന്ന ബെന്നിനോട്, ഹേ ബെഞ്ചമിൻ ബർക്ക്, വെൽക്കം ടു വേവർഡ് പൈൻസ് എന്ന് അറിയിച്ചിട്ട് പോവുകയാണ് ഒരു പയ്യൻ. അവന് തന്നെ എങ്ങനെ അറിയാമെന്ന് ഞെട്ടിയിരിക്കുകയാണ് ബെൻ. അതേസമയം താൻ ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്നും താൻ തിരിച്ചു വരുന്നത് വരെ തെരേസയും ബെന്നും പുറത്തിറങ്ങരുതെന്നും ആരോടും സംസാരിക്കരുതെന്നും താൻ പറയുന്നത് അനുസരിക്കണം, വിശ്വസിക്കണമെന്ന് തെരേസയോട് പറഞ്ഞേൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈതൻ. പുറത്ത് ബെന്നിനെ കണ്ട് അകത്തേക്ക് പോയി ഇരുന്നോളാൻ പറഞ്ഞ് താൻ ഇപ്പോൾ വരാമെന്ന് ഈതൻ പോകാൻ തുടങ്ങുമ്പോൾ, തങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതിനു മുൻപ് തങ്ങളെ വിട്ടിട്ട് അച്ഛൻ ഇത് എങ്ങോട്ട് പോകുന്നെന്ന് കെറിവിൽ നിൽക്കുകയാണ് ബെൻ. എന്നാൽ നേരെ ഷെരീഫ് സ്റ്റേഷനിലേക്ക് വരികയാണ് ഈതൻ. അവിടെ നഴ്സ് പാം ഈതനും ഫാമിലിയും തങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഷെരീഫിനോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ദേ, നീയൊക്കെ എൻ്റെ ഫാമിലിയിൽ നിന്ന് അകന്നു നിന്നോ, പറഞ്ഞേക്കാം എന്ന് അവിടേക്ക് വന്ന് കലിപ്പാവുകയാണ് ഈതൻ. അത് കേട്ട് ഈതന് ഇവിടെ ഒരു ഹാപ്പി ലൈഫ് ഉണ്ടായി കണ്ടാൽ മതി തങ്ങൾക്കെന്ന് അറിയിക്കുകയാണ് പോപ്പ്. ആഹാ, ഇവിടെ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കണമല്ലേ? അതിനാണോ ഈ ടൗണിനെ ചുറ്റി വളഞ്ഞ് ഇലക്ട്രിക് ഫെൻസ് ഒക്കെ ഉള്ളത്? അതുകൊണ്ടാണോ ഇവിടെ ഉള്ളവർ അവരുടെ അതിനു മുൻപുള്ള ജീവിതത്തെ പറ്റി സംസാരിക്കാത്തത്? ഇത് അതിനൊരു സാധാരണ ടൗൺ അല്ലല്ലോ എന്ന് തനിക്കറിയാവുന്നതൊക്കെ ഈതൻ വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ, ഇതൊരു ഓർഡിനറി ടൗൺ അല്ല, എക്സ്ട്രാ ഓർഡിനറി ടൗൺ ആണ് എന്ന് തിരുത്തി കൊടുക്കുകയാണ് നഴ്സ് പാം. നോക്കീതൻ, നിനക്ക് 2 ചാൻസ് ഉണ്ട്. ഒന്ന്, ഇവിടെ നിനക്ക് വേണ്ട സ്ഥാനം കണ്ടെത്തി നിയമമൊക്കെ പാലിച്ച് അങ്ങനെ അങ്ങ് പോവാം. അല്ലെങ്കിൽ ഡോർ നമ്പർ 3 എന്തുവാണെന്ന് തിരഞ്ഞു നടക്കാം. നിയമം പാലിച്ച് ജീവിച്ചാൽ നീയും കുടുംബവും ഇവിടെ സേഫ് ആയിരിക്കും. ഇത് എൻ്റെ ടൗൺ ആണ് എന്ന് അറിയിച്ചു നിൽക്കുകയാണ് പോപ്പ്. എവിടോ കിടന്നതിൻ്റെ ഫാമിലിയെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന കലിപ്പ് അയാളോട് തീർക്കാൻ ഒരുങ്ങുകയാണ് ഈതൻ. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ആ കോൾ എടുത്ത് സംസാരിക്കുന്ന പാം ഷെരീഫ് പോപ്പിനോട് ഈതനോട് വഴക്കിന് പോകണ്ടെന്ന് അറിയിക്കുകയാണ്. അതോടെ, ആരുടെ കോളാ അത്? ഓ, അപ്പോൾ ഞാൻ ഇത്ര നേരം നിങ്ങളോട് വേസ്റ്റ് ആയിട്ടാ സംസാരിച്ചതല്ലേ എന്ന് നഴ്സ് പാമിനും ഷെരീഫ് പോപ്പിനും മുകളിൽ ഇതിനൊക്കെ പിന്നിൽ മറ്റൊരാളുണ്ടെന്ന് മനസ്സിലാക്കി അവിടുന്ന് പോവുകയാണ് ഈതൻ. ഈ സമയം വീട്ടിൽ ഹോസ്പിറ്റലിൽ പോയി തന്റെ ഗിറ്റാർ അവിടെ ഉണ്ടോന്ന് നോക്കാമെന്നും ഔട്ട് ഗോയിങ് ഫോൺ കോൾസ് പോകുന്നില്ല, നെറ്റില്ല, TV പോലും ഇല്ലാത്ത ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യെന്ന് അമ്മയോട് പരാതി പറഞ്ഞിരിക്കുകയാണ് ബെൻ. ഓഫ് കോഴ്സ്, നെറ്റ് തീർന്നു പോയ പോലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. പക്ഷെ ഈതൻ പുറത്തു പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഇത്രയും ദിവസത്തെ വെപ്രാളം മാറി ഇനി അല്പം റെസ്റ്റ് എടുക്കാമെന്നിരിക്കുകയാണ് തെരേസ. ഇതൊരുമാതിരി ഹൗസ് അറസ്റ്റ് ആണെന്ന് കെറിവിലിരിക്കുകയാണ് ബെൻ. അതേസമയം മഴയിൽ നനഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയാണ് ഈതൻ. അയാൾക്ക് അരികിലേക്ക് കുടയൊക്കെയായി ഓടി വരുന്ന ഡോക്ടർ ജെങ്കിൻസ്. ഭാര്യയും മോനും സുഖമാണോ? നിങ്ങൾ കുടുംബമായിട്ട് ഇവിടെ സെറ്റിലാവാൻ പോകുവാണെന്ന് കേട്ടല്ലോ എന്ന് വന്ന് തിരക്കുമ്പോൾ, കിളവന്റെ ഒരു അവിഞ്ഞ ചോദ്യമെന്ന് അതിന് മറുപടി പറഞ്ഞാൽ കൂടിപ്പോവുമെന്ന് അവിടെ നിന്ന് നടക്കുകയാണ് ഈതൻ. എന്നാൽ ഈതന് പുറകെ പോകുന്ന ജെങ്കിൻസ്, ഈതൻ, എനിക്കറിയാം നിങ്ങൾ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ഇവിടെ വന്നില്ലേ? ഇങ്ങനെയുള്ള ഭാഗ്യമൊന്നും ഇവിടെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. നിങ്ങളെപ്പോലെ നല്ല ആളുകളെ ഈ ടൗണിന് ആവശ്യമുണ്ട്. പ്ലീസ് ഇവിടുന്ന് പോകരുത് എന്ന് അയാൾ അപേക്ഷിക്കുമ്പോൾ, ഞാൻ ഇവിടെ നിൽക്കില്ല, കാരണം ഞാൻ ഇവിടെ അല്ല ജീവിച്ചത് എന്ന് നടക്കുകയാണ് ഈതൻ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഈതൻ പക്ഷെ വീട്ടിൽ കയറാതെ മരങ്ങൾക്ക് മറവിൽ മറഞ്ഞു നിന്ന ആരുടെയോ കൂടെ ആ മരങ്ങൾക്കുള്ളിലേക്ക് കയറുന്നത് കാണുകയാണ് ബെൻ. ചെക്കൻ അതോടെ ഈതന് പുറകെ വെച്ച് പിടിക്കുകയാണ്. കേറ്റിനൊപ്പമായിരുന്നു ഈതൻ പോയത്. മരങ്ങൾ സേഫാണ്, നമുക്കിവിടെ വെച്ച് സംസാരിക്കാം എന്ന് കേറ്റ് പറയുമ്പോൾ, തെരേസയും ബെന്നും ഇവിടെ വന്നിട്ടുണ്ടെന്ന് അവരെ അറിയിക്കുകയാണ് ഈതൻ. അത് കേട്ട് ഈതന്റെ കാമുകിയായ താനും ഇവിടെ ഉണ്ടെന്ന് തെരേസ അറിഞ്ഞിട്ടുണ്ടോന്ന് ഞെട്ടലിൽ നിൽക്കുകയാണ് കേറ്റ്. ഈ സമയം വീട്ടിൽ ബെന്നിനെ തിരഞ്ഞു വന്ന് ചെക്കൻ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി കിച്ചണിലേക്ക് വരികയാണ് തെരേസ. നോക്കുമ്പോഴുണ്ട് അവിടെ ഫ്രിഡ്ജൊക്കെ തുറന്ന് ഐസ്ക്രീം എടുത്ത് നിൽക്കുന്ന ഷെരീഫ് പോപ്പ്.
പുതിയ താമസക്കാർക്ക് പുതിയ ഫ്ലേവർ ഐസ്ക്രീം കിട്ടിയത് അറിഞ്ഞു വന്നതാണെന്ന് തെരേസയെ അറിയിച്ച്. ഞാനൊന്ന് നിങ്ങളെയും കാണാൻ വന്നതാ. ഓർമ്മയില്ല ആക്സിഡന്റ്, ഞാനാ നിങ്ങളെ രക്ഷിച്ചത്. എന്നോട് താങ്ക്സ് പറയുന്നില്ലേ? നിങ്ങളുടെ കെട്ടിയോനും ഒരു നന്ദിയില്ലെന്നേ. അവനാണെങ്കിൽ ഈ ടൗണിൽ സ്പെഷ്യൽ ട്രീറ്റ് ഒക്കെയാണ് കിട്ടുന്നത്. ഹോ, ഓർത്തിട്ട് എൻ്റെ ക്ഷമയെ സമ്മതിക്കണം എന്ന് ബാക്കി കൂടി സംസാരിച്ച് നിൽക്കുകയാണ് പോപ്പ്. അയാളോട് നിങ്ങൾക്ക് സ്റ്റേഷനിൽ വേറെ പണിയില്ലേ എന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയാണ് തെരേസ. അത് കേട്ട് ഓക്കെ, ഇത് ഇനിയെന്നും നിങ്ങളുടെ വീട്, പക്ഷെ നീയും നിന്റെ കെട്ടിയോനും ഇതെൻ്റെ ടൗൺ ആണെന്ന് ഓർത്തു വെച്ചോ എന്ന് ഐസ്ക്രീമും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് പോപ്പ്. മറുവശത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ഈവൻസിനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 2 വർഷം മുൻപ് ഈവൻസ് ഇവിടെ വന്നു. കാണാൻ ഒരു ദിവസം പോലും ഈവൻസിന് വയസ്സായിട്ടില്ലായിരുന്നു. ഈതൻ, നിന്നെ കാണുമ്പോഴും എനിക്ക് എന്തോ പഴയ ഓർമ്മകൾ ചിക്കി ചെയ്യുന്ന പോലെയുണ്ട് എന്ന് ഈതനോട് കാര്യങ്ങൾ പറഞ്ഞു നിൽക്കുകയാണ് കെയ്റ്റ്. അത് കേട്ട് 5 ആഴ്ച മുൻപ് വരെ സിയാറ്റിലിൽ തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത് കെയ്റ്റിനെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈതൻ. എന്നാൽ 12 വർഷമായി താൻ ഇവിടെയാണെന്നും ഇവിടെ ടോയ് സ്റ്റോറിലാണെന്നും ഉറച്ചു പറഞ്ഞു നിൽക്കുന്ന കെയ്റ്റ് താൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനും എല്ലാം ശ്രമിച്ചിരുന്നെന്നും, പക്ഷെ നമ്മൾ ഒന്നും കണ്ടെത്താൻ ശ്രമിക്കരുത്, ഇവിടെ ജീവിച്ചിരിക്കണമെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്നോ അതിന്റെ ഭാഗമായി ചേരണമെന്ന് ഈതനെ ഉപദേശിക്കുകയാണ്. ഈ സമയം വീട്ടിൽ തിരികെ എത്തിയ ബെൻ, മോം, ഞാൻ ഡാഡിനെ ഫോളോ ചെയ്ത്. എൻ്റെ ഊഹം ശരിയായിരുന്നു, അച്ഛൻ ആ സ്ത്രീക്കൊപ്പമാ കെയ്റ്റ് എന്ന് തെരേസയെ അറിയിച്ചു കഴിഞ്ഞിരുന്നു. അതേസമയം ഈതന്റെ കണ്ടെത്തലുകളുടെ ഭാഗമായി ഇവിടെ പിൽച്ചർ ആരാണെന്ന് തിരക്കി നിൽക്കുകയാണ് ഈതൻ. എന്നാൽ താൻ ഇതുപോലെ അന്വേഷണമൊക്കെ പണ്ടേ വിട്ടതാണെന്നും തനിക്ക് ഇനിയും ഒന്നിനും വയ്യെന്ന് അതിന് മറുപടിയില്ലാതെ നിൽക്കുകയാണ് കെയ്റ്റ്. അത് കേട്ട് നീ ഈ ഒളിച്ചു കളിക്കുന്നത് നിർത്തുന്ന ദിവസം എന്നെ വന്ന് കാണണം കേട്ടോ എന്ന് അവിടുന്ന് പോവുകയാണ് ഈതൻ. അങ്ങനെ തിരിച്ച് ഈതൻ വീട്ടിൽ വന്ന് തെരേസയെ വിളിക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വെഡ്ഡിംഗ് റിംഗ് ഒക്കെ ഊരി വെച്ച് ബന്ധം അവസാനിപ്പിച്ച് തെരേസ പോയെന്നത് മനസ്സിലാക്കുകയാണ് ഈതൻ. എന്താല്ലേ ഈ സമയം പുല്ല് ഈ ചീറ്ററിന് വേണ്ടി ഉറക്കം കളഞ്ഞ് ഇയാളെ തേടിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നെന്ന്, ഇങ്ങനെ ഒരു ഭർത്താവിനൊപ്പം ജീവിക്കേണ്ടതില്ലെന്ന് അന്തസ്സായിട്ട് മകനുമായി വീട്ടിലേക്ക് നടക്കുകയാണ് തെരേസ. ചെക്കനാവട്ടെ നടക്കാൻ വയ്യാന്ന് തിരികെ പോയി ഈതന്റെ കാർ എടുത്തോണ്ട് പോകാമെന്ന് പറഞ്ഞു നടക്കുകയാണ്. പെട്ടെന്നാണ് ദൂരെന്ന് ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അവർക്ക് നേർക്ക് വരുന്നത്. അത് ഷെരീഫ് പോപ്പ് ആയിരുന്നു. ആ വണ്ടി തങ്ങൾക്ക് നേർക്ക് നിയന്ത്രണം ഇല്ലാതെ വരുന്നത് മനസ്സിലാക്കി വഴിമാറി ബെന്നിനെയും കൂട്ടി ഓടുകയാണ് തെരേസ. പക്ഷേ പിന്നാലെ പോവുകയാണ് പോപ്പ്. ഒടുവിൽ ഇലക്ട്രിക് ഫെൻസിന് അരികിൽ വന്ന് കുടുങ്ങുകയാണ് അവർ. അതോടെ കാർ നിർത്തി പുറത്തിറങ്ങുന്ന പോപ്പ്, എങ്ങോട്ട് പോകുന്നു? ഇത് എൻ്റെ ടൗൺ ആണ്, ഇവിടുന്ന് പോകാൻ എൻ്റെ അനുവാദം വേണമെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറയണം എന്ന് തെരേസയോട് ചൂടായി വരുമ്പോൾ, ഈ പ്രാന്തൻ ഇതെന്തോന്ന് തൻ്റെ അമ്മയോട് പറയുന്നതെന്ന് ചൂടായി അയാൾക്ക് മുൻപിലേക്ക് വരികയാണ് ബെൻ. ചെക്കനെ തള്ളി നിലത്തിടുകയാണ് പോപ്പ്. അത് കണ്ട് ബെന്നിനെ ഒന്നും ചെയ്യരുതെന്ന് അയാളോട് അപേക്ഷിച്ചിരിക്കുകയാണ് തെരേസ. അതോടെ ബെന്നിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്ന പോപ്പ് ചെക്കനെ വീണ്ടും കരണം പൊട്ടിച്ച് ഒന്ന് കൊടുത്ത്, ഇത് ഞാൻ ഇവൻ്റെ തന്തയ്ക്ക് ഓങ്ങി വെച്ചിരുന്നതാ എന്ന് നിൽക്കുകയാണ്. ഈ സമയം ആരെങ്കിലും ഇവിടുന്ന് പോകാൻ ശ്രമിച്ചാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന ഈതൻ തെരേസയും ബെന്നിനെയും തിരഞ്ഞ് ഓടി വരുന്ന വഴിയിൽ അവരുടെ ബാഗ് കാണുകയാണ്. അപ്പോഴേക്കും ബെന്നിനെ ഗൺ പോയിന്റിൽ നിർത്തി കാറിൽ കൊണ്ടിരുത്തുന്ന പോപ്പ്, ശേഷം നമുക്ക് ഇപ്പോൾ ഒന്ന് സംസാരിക്കാം എന്ന് തെരേസയെ ഷൂട്ട് ചെയ്യാനായി വരികയാണ്. പക്ഷെ പെട്ടെന്ന് ഈതൻ അവിടെ എത്തി അയാളെ തള്ളി നിലത്തേക്കിടുകയാണ്. അവിടെ അവർക്കിടയിൽ ഒരു മൽപ്പിടുത്തം തന്നെ നടക്കുകയാണ്. ഒടുവിൽ ഈതനെ അടിച്ചിട്ട് ഗണ്ണുമെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് പോപ്പ്. പെട്ടെന്ന് പോപ്പിനെ കാർ കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുകയാണ് ബെൻ. അതോടെ അപ്പോഴത്തെ ആവേശത്തിൽ പോപ്പിനെ ഇടിച്ചെങ്കിലും ഷോക്കിലിരിക്കുന്ന മകനരികിൽ ആശ്വാസമായി കയറിയിരിക്കുകയാണ് തെരേസ. ഈ സമയം പോപ്പിന്റെ ഗണ്ണുമെടുത്ത് അയാൾക്കരികിൽ ചെല്ലുന്ന ഈതനോട്, നിനക്കിവിടുത്തെ സത്യം അറിയണമെന്നല്ലേ? അതറിഞ്ഞ നിന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര മോശം കാര്യം അതാണ് എന്ന് അല്പജീവനിൽ പുച്ഛിച്ച് കിടക്കുകയാണ് പോപ്പ്. ഏവൻസിനെ കൊന്നു, ബവേർലിയെ കൊന്നു, തന്നെയും കുടുംബത്തെയും കൊല്ലാൻ നോക്കിയ അയാളോടുള്ള കലിയിൽ അയാളെ ഷൂട്ട് ചെയ്യുകയാണ് ഈതൻ. ശേഷം അയാളുടെ പക്കലുള്ള താക്കോലെല്ലാം എടുക്കുന്ന ഈതൻ ആ കൂട്ടത്തിൽ ആ ഫെൻസിന്റെ മെയിൻ ഡോറിന്റെ റിമോട്ടും കണ്ട് ആ ഫെൻസിന്റെ വലിയ ഗേറ്റും ഓപ്പൺ ചെയ്ത് കാറിൽ കയറുകയാണ്. പെട്ടെന്നാണ് ഒരു മുരൾച്ച കേൾക്കുന്നത്. ഞൊടിയിടയിൽ എന്തോ ഒരു വികൃത രൂപം പോപ്പിന്റെ ഡെഡ് ബോഡി എടുത്തോണ്ട് പോകുന്നത് കാണുകയാണ് ബെൻ. ഒപ്പം ആ പരിസരത്ത് ഉയർന്നു വരുന്ന വികൃതമായ അലർച്ചകളും പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും കേട്ട് അവരെല്ലാം ഞെട്ടുമ്പോൾ കാര്യം മനസ്സിലാവാതെ ആ ഗേറ്റ് ക്ലോസ് ചെയ്ത് വേഗം അവിടുന്ന് വണ്ടി ടൗണിലേക്ക് തിരിക്കുകയാണ്
ഈതൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ശരിക്കും ഇവിടെ ഈ ടൗണിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇലക്ട്രിക് ഫെൻസിന് മറുവശത്ത് എന്തായിരിക്കും? ഷെരീഫ് പോപ്പിനെ തൂക്കിയെടുത്ത് മറഞ്ഞ ആ രൂപം എന്തായിരിക്കും? കാത്തിരിക്കുക, കഥ തുടരും. ടിൽ ദെൻ ഇറ്റ്സ് യുവർ ഹൈറ സൈനിങ് ഓഫ്. ബൈ.